ഹലോ കൂട്ടുകാരെ. അപ്പോ ടോംസ് എഫ് എസ് ഒ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡയറി ടെക്നോളജിയിലെ ഡയറി പ്രൊഡക്ട്സ് ആണ്. അതിൻ്റെ അകത്ത് പഠിക്കാൻ പോണത് മലായി. മലായി എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ മലായി ഇസ് എ ടൈപ്പ് ഓഫ് ക്ലോട്ടഡ് ക്രീം. ക്ലോട്ട് ആയിട്ടുള്ള ക്രീമിന് പറയുന്ന പേരാണ് മലായി. അതൊക്കെ ആലോചിക്കുമെന്ന് വെച്ചാൽ ഭയങ്കര മോശമായിട്ടുള്ള കോഡാണ്. നിങ്ങളെ മല ആലോചിച്ച് നോക്ക്, നല്ല ക്ലോട്ട് ആവും, മലബന്ധമൊക്കെ വരും. അപ്പൊ മലായി കിട്ടും, ക്ലോട്ടഡ് ക്രീം ആണെന്ന് ആലോചിക്കുക. അത് ഓർത്താ കിട്ടും. ആരും പിന്നെ ഇത് കഴിക്കില്ല കേട്ടോ. ഞാൻ ഈ കോഡ് പറഞ്ഞതിന് ശേഷം മലായിക്കാരെല്ലാവരും എന്നോട് ക്ഷമിക്കുക. അപ്പൊ മലായി എന്ന് വെച്ചാൽ ക്ലോട്ടഡ് ക്രീമാണ്, ക്ലോട്ടഡ് മലമല്ല. അപ്പൊ ക്ലോട്ടഡ് ക്രീമാണ് മലായി. ഇനി മെയ്ഡ് ബൈ ഹീറ്റിംഗ് എ നോൺ ഹോമോജിനൈസ്ഡ് മിൽക്ക്. നോൺ ഹോമോജിനൈസ്ഡ് ആയിട്ടുള്ള മിൽക്കിനെ ഹീറ്റ് ചെയ്യുന്നു. എന്തിന്? എത്ര ഡിഗ്രി സെൽഷ്യസ്? ബോയിലിംഗ് ആക്കുന്നില്ല, 80 ഡിഗ്രി സെൽഷ്യസിലാണ് ഹീറ്റ് ചെയ്യുന്നത്. ഏതാണ് ബെറ്റർ? ബഫല്ലോ. ബഫല്ലോ മിൽക്ക് ഈസ് ബെറ്റർ. അവരെടുത്ത് പറയുന്നുണ്ട്, മലൈ പ്രിപ്പറേഷന് ഏറ്റവും നല്ലത് ബഫല്ലോ മിൽക്കാണ്. ആണോ? ബഫല്ലോ മിൽക്കാന്ന് പറയുന്നുണ്ട്. ഇനി അടുത്ത ചോദിക്കട്ടെ, മലായി ഈസ് എ മേജർ ഇൻഗ്രീഡിയന്റ് ഇൻ. ഈ മലായി ആണ് ഏറ്റവും കൂടുതൽ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്ന പേട. നമ്മൾ കേട്ടിട്ടുണ്ട്, രസമലായി. അതാണ് രസമലായി. ഇപ്പോഴാണ് കിട്ടിയത് പിള്ളേർക്ക്. മലായി പറഞ്ഞിട്ട് മനസ്സിലായി. രസമലായി അറിയാം, കുൽഫി അറിയാം. കുൽഫി ഒക്കെ പറയുമ്പോ ചില ആളുകൾ സാർ കുൽഫി, അപ്പൊ കുൽഫി എക്സെട്ര. മലായി കണ്ടേ നോട്ട് ലെസ് ദാൻ, മലായി ഉണ്ടാക്കുമ്പോൾ നോട്ട് ലെസ് ദാൻ 25% മിൽക്ക് ഫാറ്റ്. 25% മിൽക്ക് ഫാറ്റ് കുറയാൻ പാടില്ല. ലോ ഇൻ SNF കമ്പയർഡ് ടു മിൽക്ക്. ഇനി മിൽക്കിനെ സംബന്ധിച്ച് ലോ SNF കുറവായിരിക്കും ഈ പറയുന്ന മലായിക്ക്. 25% താഴാൻ പാടില്ല. 25% താഴാൻ പാടില്ല എന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. കട്ടയായിട്ട് പിടിച്ചിരിക്കുക, രാവിലെ പോയി ഇരിക്കുന്ന അവസ്ഥ, 25 മിനിറ്റ് ആയിട്ടും പുറത്തോട്ട് വരുന്നില്ല എന്ന് ആലോചിച്ചാൽ കിട്ടില്ലേ? മനസ്സിലായോ നിസ്താറേ? താങ്കൾക്ക് ഇപ്പൊ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ആ പിടിച്ചു വെച്ചിരിക്കുന്നില്ലേ, മലം പിടിച്ചു വെക്കുന്ന ഓർത്ത ഫുള്ള് കിട്ടി നിങ്ങളുടെ മലായി. അപ്പൊ മലായി എന്തിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്? പേട. പിന്നെ എവിടെയാണ് യൂസ് ചെയ്തേക്കുന്നത്? രസമലായി. പിന്നെ എന്താ യൂസ് ചെയ്തേക്കുന്ന ലാസ്റ്റ്? കുൽഫി. നിങ്ങളുടെ ഫേവറേറ്റ് സാധനം. കുൽഫിയൊക്കെ അടുത്ത തവണ കഴിക്കുമ്പോൾ ഇത് ഓർക്കല്ലേ, ഓർത്ത് കഴിഞ്ഞാൽ കുൽഫിയൊക്കെ സ്പ്ലാഷ് ആവും. അപ്പോ ഇത്രയും ക്ലിയർ ആണോ? ഇനി എത്ര ഡിഗ്രി ആവാൻ പാടുള്ളൂ? എത്ര? 80. ഇല്ലെങ്കിൽ എന്താ, 8ന്റെ പണി കിട്ടും. ഈ മിൽക്കിന്റെ എല്ലാ സാധനത്തിനും ഒരു 8ന് കുറച്ച് കളിയുണ്ട്. അതാണ് 80 ഡിഗ്രി സെൽഷ്യസ്. നേരത്തെ പറഞ്ഞ 8.5 ഡിഗ്രി സെൽഷ്യസ്. അപ്പം 8 ഡിഗ്രി സെൽഷ്യസ്. ക്ലിയർ ആണോ? 8 ഡിഗ്രി സെൽഷ്യസ്. ഇനി അടുത്ത പറയുന്നത് സ്റ്റോറേജ് ടെമ്പറേച്ചർ. എന്താണ്? സ്റ്റോറേജ് ടെമ്പറേച്ചർ. നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ടെമ്പറേച്ചർ എത്രയാവണം? 5 ഡിഗ്രി സെൽഷ്യസ് ടു 40 ഡിഗ്രി സെൽഷ്യസ് ആണോ? അല്ല, 5 ഡിഗ്രി സെൽഷ്യസ് അഥവാ 40 ഡിഗ്രി ഫാരൻഹീറ്റ്. 5 ഡിഗ്രി സെൽഷ്യസോ 40 ഡിഗ്രി ഫാരൻഹീറ്റോ ആവാൻ പാടുള്ളൂ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന. അതിൽ കൂടുതലാക്കി ഇത് കരിഞ്ഞു പോയില്ലേ പിള്ളേരെ? കുറെ നേരം സ്റ്റോർ ചെയ്യാമെന്ന് വെച്ചാൽ ഒരു മെയിൻറ്റെയിൻ ടെമ്പറേച്ചറിന് വേണ്ടിയിട്ടാണ്. അപ്പൊ 5 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 40 ഫാരൻഹീറ്റ്. 5 നേരത്തേത് ഓർമ്മയില്ലേ? 5 എന്ന് പറയുമ്പോ ഇതാണ് ഓർക്കേണ്ടത്. എപ്പോഴും നിങ്ങൾ അങ്ങനെയല്ലേ കഴിക്കുന്നത്. മലയാളികളുടെ സ്വഭാവം അതാ, നാക്കി തുടച്ച് തിന്നു. ഓക്കെ, കണ്ടിട്ടില്ലേ സദ്യക്കൊക്കെ ഇരുന്നിട്ട് ലാസ്റ്റ് ചില അപ്പൂപ്പന്മാര് ചെയ്യുന്നത്. അപ്പൊ അത് ഓർത്താ കിട്ടും. അപ്പൊ 5 കിട്ടിയേ. 5 ഡിഗ്രി സെൽഷ്യസ് ഓർ 40 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഓക്കെ, അത്രയും ക്ലിയർ അല്ലേ? ഇനി ഡിഫക്ട്സ് ഓഫ് ക്രീം. ക്രീമിന്റെ ഡിഫക്റ്റുകൾ. ടാബ്ലറ്റ് ക്രീം ആണോ? അല്ല, ടേബിൾ ക്രീം. ടേബിൾ ക്രീം എന്താണ്? ടേബിൾ ക്രീം ഈസ് എ കുക്ക്ഡ് ഫ്ലേവർ ഡ്യൂ ടു ഓവർ ഹീറ്റിംഗ്. ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? കുക്ക് ചെയ്ത ഫ്ലേവർ കിട്ടും. അതാണ് ടേബിൾ ക്രീം. ഓവറായിട്ട് ഹീറ്റ് ചെയ്താൽ നമുക്ക് ടേബിൾ ക്രീം കിട്ടും. ഇനി മാനുഫാക്ചറിങ് ക്രീം. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്രീം മാനുഫാക്ചർ ചെയ്യുമ്പോൾ ബിറ്റർ ടേസ്റ്റ് കിട്ടും. ബിറ്റർ ഡ്യൂ ടു, ബിറ്റർ എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? ലിപ്പേസിന്റെ ആക്ഷൻ കൊണ്ട്. ബിറ്റർ ഫോർ ലിപ്പേസ് ആക്ടിവിറ്റി ആൻഡ് ചീസി ഡ്യൂ ടു പ്രോട്ടിയോലൈറ്റിക് ബാക്ടീരിയ
CC പറയുന്നത് പ്രോട്ടിയോലൈറ്റിക് ബാക്ടീരിയയുടെ എഫക്റ്റ്. ഈസ്റ്റ് ഡ്യൂ ടു ലാക്ടോസ് ഫെർമെന്റിങ് ബാക്ടീരിയ. ഈസ്റ്റ് വരുന്നത് എപ്പോഴാണ്? ലാക്ടോസ് ഫെർമെന്റിങ് ബാക്ടീരിയ. ബിറ്റർ ഡ്യൂ ടു ലിപ്പേസ്. എങ്ങനെ കിട്ടും ബിറ്റർ ലിപ്പേസ് ആണ്? ഓഹ് എന്തൊരു പാടല്ലേ ബിറ്റർ ലിപ്പേസ് ആന്ന് കിട്ടാൻ. ബിറ്റർ ലിപ്പേസ് ആന്ന് എങ്ങനെ കിട്ടും? എങ്ങനെ കിട്ടും ബിറ്റർ? നിങ്ങൾ ബില്ലെന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ കടയിൽ കയറി വലിയ കാര്യത്തിൽ മലായി ഒക്കെ കഴിച്ചിട്ട് ബില്ല് കൊടുക്കാതിരിക്കുമ്പോൾ അവിടുത്തെ ആള് ബില്ല് തരും. ബില്ല് കൊടുക്കാതിരിക്കാൻ പറ്റില്ല, ബില്ല് തരും. BILL കറക്റ്റ് ആണോ? എന്താ എല്ല്? ലിപ്പേസ്. BI എന്താ? ബിറ്റർ. ബിറ്റർ ഫോർ ലിപ്പേസ് ആക്ടിവിറ്റി. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി അടുത്ത പറയുന്നത് എന്താ? ചീസ് പോലെ ഇരിക്കുന്നത്. ഡ്യൂ ടു പ്രോട്ടിയോലൈറ്റിക് ബാക്ടീരിയ. ചീസ് ആകുമ്പോൾ എന്തോ ഒരു ബാക്ടീരിയ ഉണ്ടെന്ന് ആലോചിക്കുക. പ്രോട്ടിയോലൈറ്റിക് ബാക്ടീരിയ ആണ്. ചീസി ഫോർ പ്രോട്ടിയോലൈറ്റിക് ബാക്ടീരിയ. നിങ്ങൾ എന്തിനാ പഠിക്കുന്നത് ഇവിടെ വന്നിട്ട്? PSC അല്ലേ? PSC കിട്ടാൻ വേണ്ടി കഷ്ടപ്പെട്ട് കടന്ന് പഠിക്കുന്നുണ്ട്. എന്ത്? രസമലായി അല്ലെ മലായി. അപ്പൊ PC ആലോചിച്ചാൽ കിട്ടും. എന്താണ് P? പ്രോട്ടിയോലൈറ്റിക് ബാക്ടീരിയ. PC എന്ന് വെച്ചാൽ എന്താണ്? C ഫോർ ചീസി. അപ്പൊ ചീസ് കിട്ടി, പ്രോട്ടിയോലൈറ്റിക് ബാക്ടീരിയ കിട്ടി. ആദ്യം പറഞ്ഞ എന്താണ്? ലാക്ടോസ്. ലാക്ടോസ് എപ്പോഴാ വരുന്നത്? ലാക്ടോസ് ബിറ്റർ ആവുമ്പോൾ. എന്നാൽ ചീസി വരുമ്പോഴോ? പ്രോട്ടിയോലൈറ്റിക് ബാക്ടീരിയ. ഇനി മൂന്നാമത് പറയുന്നത് എന്താണ്? ഈസ്റ്റ് ആവുന്നുണ്ട് ഡ്യൂ ടു ലാക്ടോസ് ഫെർമെന്റിങ് ബാക്ടീരിയ. ഈസ്റ്റ് ആവുന്നത് എപ്പോഴും ലാക്ടോസ് ഫെർമെന്റിങ് ബാക്ടീരിയ ആണ്. അപ്പൊ എവിടെ ഒരു ഡൗട്ട് വരും, സാർ പില്ലിന്റെ അകത്ത് ലാക്ടോസ് കയറി വരത്തില്ലേ സാർ? BILL എന്നാണ്. അതിന്റെ അകത്ത് ലിപ്പേസ് വരുന്നുണ്ട്. ഓക്കെ, ലിപ്പേസേ വരത്തുള്ളൂ. BIL അല്ലേ? അപ്പൊ I ആണ്, ലിപ്പേസ് ആണ്, അല്ലാതെ ലാക്ടോസ് അല്ല. LI ആണ്, ലിപ്പേസ്. ആ ബില്ലിന്റെ ഒരു I അവിടെ നിങ്ങൾക്ക് കാണാം ബില്ല് എഴുതുമ്പോ. ആ I എന്ന് പറയുന്ന ലിപ്പേസിന്റെ I ആണ്. ഇനി ഈ പറയുന്ന താഴെ ഇപ്പൊ പറഞ്ഞേക്കുന്ന ഈസ്റ്റിയുടെ കേസ് എടുത്ത് നോക്ക്. ഈസ്റ്റിയുടെ കേസിൽ എങ്ങനെയാണ്? ലാക്ടോസ് ഫെർമെന്റിങ് ബാക്ടീരിയ. അവിടെ എങ്ങനെ കിട്ടും? ഈസ്റ്റ് ലാക്ടോസ് ഫെർമെന്റിങ് ബാക്ടീരിയ. ഈസ്റ്റ് വെച്ചിട്ടല്ലേ സാധാരണ ഫെർമെന്റേഷൻ നടക്കുന്നത്? പ്രത്യേകിച്ച് ഞാൻ പറയണം, അറിയില്ലേ നിങ്ങൾക്ക് ഈസ്റ്റ് വെച്ച് ഫെർമെന്റേഷൻ നടക്കും? അതുപോലെ ഇവിടെ എന്താണ്? ബാക്ടീരിയ വരുന്നുണ്ടെന്ന് ആലോചിക്കുക. പാലല്ലേ? പാലിൽ കുറെ ബാക്ടീരിയകൾ നമ്മൾ പഠിച്ചില്ലേ? മറന്നുപോയാ? കഴിഞ്ഞ കുറച്ച് ക്ലാസ്സിന് മുമ്പ് യൂട്യൂബ് എടുത്തു നോക്കിയാൽ കാണാം. അപ്പൊ അവിടെ പഠിച്ചിട്ടുണ്ട് കുറെ ബാക്ടീരിയകൾ. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഫ്ലൂറസൻസ്. ലാസ്റ്റ് അവസാനിക്കുന്ന ഫ്ലൂറസൻസ് ഏത് കളർ ബാക്ടീരിയ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന? മിൽക്കിന്റെ എന്ത് കളർ പറയാമോ അമൃത? ഗ്രീൻ കളർ. അപ്പോ അങ്ങനെ കുറച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് ക്ലിയർ ആയോ? അപ്പൊ ഇപ്പൊ പറഞ്ഞ എന്താണ്? പാസ്ചറൈസേഷൻ അല്ല, എന്താണ്? ഫെർമെന്റേഷൻ. എന്ത് ഫെർമെന്റേഷൻ ബാക്ടീരിയ ആണ്? ലാക്ടോസ് ഫെർമെന്റേഷൻ ബാക്ടീരിയ. ലാക്ടോസ് ഫെർമെന്റിങ് ബാക്ടീരിയ മിൽക്കി കാണുന്ന ലാക്ടോസ് അല്ലേ? അതുകൊണ്ടാണ്. അപ്പൊ അതെന്താവും? ഈസ്റ്റി ആണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ പറഞ്ഞത് ഒരു സാധനം പറഞ്ഞ ലാക്ടോസ് ലാക്റ്റിക് ആസിഡ് ആവും. അതേതാ? ലാക്ടോസ് ലാക്റ്റിക് ആസിഡ് ആവുന്ന ഏതാ? പറയാമോ? പറയ് ആരെങ്കിലും ഒരാൾ പറയും. ലാക്ടോസ് ലാക്റ്റിക് ആസിഡ് ആവുന്ന എന്താ? പറയാമോ? അത് പറഞ്ഞു. അത് ഏത് സാധനോ? വാട്ട് ഈസ് ദ മിൽക്ക് പ്രൊഡക്റ്റ്? യോഗേർട്ടിലാണ് അത് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് പറ്റുന്നു? ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയയുടെ ഫെർമെന്റേഷൻ നടക്കുന്നു. ആണോ? അല്ല, ലാക്ടോസ് ഫെർമെന്റിങ് ബാക്ടീരിയ ആവുന്നു. അത് ഏതാണ് പറയുന്നത്? ഈ പറഞ്ഞ ഈസ്റ്റി ആയിട്ടുള്ളത്. അപ്പൊ 3 സാധനം പറഞ്ഞു: ബിറ്റർ, ചീസി, ഈസ്റ്റി. 3 ടൈപ്പ് ക്രീമാ ഉണ്ടാവുന്നത്. അതിന് മുമ്പ് ഒരു ക്രീം പറഞ്ഞു, ഡിഫക്ട്സ്. ഒരു ക്രീമിന് ഡിഫക്റ്റ് സംഭവിച്ചു, ടേബിൾ ക്രീം. നമ്മളല്ലെങ്കിൽ ആലോചിച്ച് നോക്കിയേ നമ്മുടെയൊക്കെ ടേബിളിന്റെ അവസ്ഥ. പുറം രാജ്യത്തുള്ള ടേബിളൊക്കെ കാണാൻ നല്ല രസമായിരിക്കും. നാട്ടിലെ ടേബിളൊക്കെ കാണാം, ചില കാലിങ്ങനെ ചരിഞ്ഞ്, ചിലരൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ നല്ല രസമാണ്. ഇവിടുന്ന് പാത്രം കറി വേണമെങ്കിൽ ഇവിടെ നിന്ന് തൊട്ടാൽ മതി, കറി ഇങ്ങനെ ചരിഞ്ഞു വരും. അപ്പോ ടേബിൾ ക്രീം കിട്ടിയോ? അപ്പൊ ടേബിൾ ക്രീം എന്ന് വെച്ചാൽ എന്താണ്?
ഓവറായിട്ട് ഹീറ്റ് ചെയ്യുന്നു. ഓവറായിട്ട് ഹീറ്റ് ചെയ്യുമ്പോഴാണ് ടേബിൾ ക്രീം കിട്ടുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ എന്റെ നമ്പർ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഗുഡ് ബൈ.